ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് എന്താണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട മീനിങ് എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത്. എ റിസർച്ച് റിപ്പോർട്ട് ഈസ് ആൻ ഓറൽ പ്രസൻറ്റേഷൻ ആൻഡ് ഓർ എ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹാസ് ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് റിസർച്ച് ഫൈൻഡിങ്സ് റെക്കമെൻഡേഷൻ ഫോർ ദ കോഴ്സ് ഓഫ് ആക്ഷൻ അതർ ഫൈൻഡിങ്സ് മാനേജ്മെൻറ്റ് ഓർ അതർ സ്പെസിഫിക് ഓഡിയൻസ്. അതായത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഓറൽ രൂപത്തിലോ അല്ലെങ്കിൽ റിട്ടൺ രൂപത്തിലോ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു റിസർച്ചർ തങ്ങളുടെ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അയാൾ കണ്ടെത്തിയേക്കുന്ന റിസർച്ച് ഫൈൻഡിങ്സും കൺക്ലൂഷൻസും സജഷൻസും റെക്കമെൻഡേഷൻസും ഒരു റിപ്പോർട്ട് രൂപത്തിൽ റിട്ടൺ ആയിട്ടോ അല്ലെങ്കിൽ ഓറലായിട്ടോ സബ്മിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യുന്നതിനെയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക്കൽ ഓഡിയൻസിന് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഓറൽ ഓർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള റിസർച്ച് കൺക്ലൂഷൻസോ അല്ലെങ്കിൽ റിസർച്ച് ഫൈൻഡിങ്സോ അല്ലെങ്കിൽ റിസർച്ച് റെക്കമെൻഡേഷൻസോ ഒരു റിസർച്ചർ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റുള്ള സിമ്പിളായിട്ടുള്ള രൂപം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ചർ തങ്ങളുടെ റിസർച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് തങ്ങളുടെ റിസർച്ച് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഡേറ്റാസ് കളക്ട് ചെയ്തതിന് ശേഷം ഡേറ്റാസിനെ അനലൈസ് ചെയ്തതിന് ശേഷം ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലത്തിന് ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം കണ്ടെത്തുന്ന ഫൈൻഡിങ്സും കൺക്ലൂഷൻസും റിപ്പോർട്ട് രൂപത്തിൽ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഏതെങ്കിലും രീതിയിലുള്ള ഫൈൻഡിങ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഓഡിയൻസിനോ സ്പെസിഫിക് ഓഡിയൻസിന് ഏതെങ്കിലും രീതിയിലുള്ള പഠനത്തിന് വേണ്ടിയോ റിട്ടൺ രൂപത്തിലോ ഓറൽ രൂപത്തിലോ സബ്മിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ദ റിസർച്ച് വർക്ക് ഇസ് എൻഡ് അറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ദ പർപ്പസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫൈൻഡിങ്സ്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റഡീസ് ജഡ്ജഡ് ഓൺ ദ ബേസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. അതായത് ഒരു റിസർച്ചർ തങ്ങളുടെ റിസർച്ച് വർക്ക് അവസാനിച്ചതിന് ശേഷം അദ്ദേഹം സബ്മിറ്റ് ചെയ്യുന്ന കൺക്ലൂഷൻസും ഫൈൻഡിങ്സും അടങ്ങുന്ന ഒരു റിട്ടൺ അല്ലെങ്കിൽ ഓറൽ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾ കണ്ടെത്തിയേക്കുന്ന ഫൈൻഡിങ്സും സജഷൻസും വ്യത്യസ്തമായുള്ള പ്രോബ്ലത്തിന് വേണ്ടിയുള്ള സൊല്യൂഷൻസും മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് സ്റ്റഡീസ് ജഡ്ജ് ഓൺ ദ ബേസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. അതായത് നമ്മളൊരു റിസർച്ചിൻ്റെ ഗുണമേന്മയും അതിൻ്റെ കാര്യക്ഷമതയും പരിശോധിക്കുന്നത് റിസർച്ച് റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നതിലൂടെയാണ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, റിപ്പോർട്ട് ഈസ് ദ കീ ഓഫ് ആസ്പെക്ട് ഓഫ് റിസർച്ച് ആൻഡ് ഇറ്റ് ഹാസ് ടു മീറ്റ് ദ എക്സ്പെക്റ്റേഷൻ ബോത്ത് ദ റിസർച്ച് ആൻഡ് റീഡേഴ്സ്. ഓക്കെ, അതായത് ഗവേഷണം നടത്തുന്ന ആളുകളുടെയും അതുപോലെ തന്നെ വായനക്കാരായിട്ടുള്ള ആളുകളുടെയും ആശയങ്ങളെ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു കീ എലമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് എഫക്റ്റീവ് റിപ്പോർട്ട് ഇസ് പ്രസൻറ്റ് ആൻഡ് അനാലിസ് ദ ഫാക്ട് ഓഫ് എവിഡൻസ് ദാറ്റ് ഇസ് റെലവൻറ്റ് ടു ദ സ്പെസിഫിക് പ്രോബ്ലം ഓഫ് സ്ട്രക്ചർഡ് വേ. അതായത് ശരിയായ രീതിയിൽ രൂപം കൊടുത്തിട്ടുള്ള റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ രൂപം കൊടുത്തുള്ള റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗവേഷകൻ്റെ ഗവേഷണ ഫലത്തിൻ്റെ കാര്യക്ഷമതയും അതിൻ്റെ ഫലപ്രാപ്തിയും എന്തുമാത്രമുണ്ട് എന്ന് വിശകലനം ചെയ്തു തരുന്നു. ഇതുകൂടാതെ തന്നെ ഗവേഷകന് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങൾക്ക് പ്രശസ്തി നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ഗവേഷണ റിപ്പോർട്ടുകൾ തന്നെയാണ്. നല്ല രീതിയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഗവേഷണ റിപ്പോർട്ട് ഗവേഷകന് ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി നൽകുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഗവേഷകന് ബാഡായിട്ടുള്ള ഒരു ഇംപ്രഷൻ ആയിരിക്കും ബിൽഡപ്പ് ചെയ്ത് തരുന്നത്. ഇനി എന്തൊക്കെ പർപ്പസിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഗവേഷകൻ ഗവേഷണ റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കൺവേ ദ ഫൈൻഡിങ്സ് ഓഫ് എ റിസർച്ച് സ്റ്റഡി ഇൻ എ സയൻറ്റിഫിക് മാനർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ നടത്തിയിട്ടുള്ള ഗവേഷണ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രീയമായിട്ട് മറ്റുള്ളവരെ അറിയിക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒരു ഗവേഷകൻ നടത്തിയിട്ടുള്ള ഗവേഷണ പഠനത്തിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രീയമായ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഗവേഷണ റിപ്പോർട്ട് കൊണ്ട് ഗവേഷകൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു അതർ റിസർച്ചേഴ്സ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് മോർ ഇലാബറേറ്റ് സ്റ്റഡീസ് ഓൺ ദ ടോപ്പിക് ഫോർ ദ കറക്ഷൻ ആൻഡ് മോഡിഫിക്കേഷൻ. അതായത് ഗവേഷകൻ ഗവേഷണം നടത്തിയിരിക്കുന്ന മേഖലയിൽ ഗവേഷണം നടത്തുന്ന മറ്റു ഗവേഷകർക്ക് താൻ കണ്ടുപിടിച്ചിട്ടുള്ള ഗവേഷണ ഫലങ്ങളെ ഗവേഷണ റിപ്പോർട്ട് രൂപത്തിൽ അവതരിപ്പിക്കുന്നത് വഴി
തങ്ങളുടെ ഗവേഷണ ഫലങ്ങളും ഗവേഷണ വിവരങ്ങളും മറ്റുള്ള ഗവേഷകർക്ക് പഠനവിധേയമാക്കുവാൻ കൈമാറ്റം ചെയ്തു കൊടുക്കുക. ഇതുവഴി മറ്റുള്ള ഗവേഷകർക്ക് തങ്ങൾ ഗവേഷണം നടത്തിയേക്കുന്ന മേഖലയിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കുന്നതിനും തങ്ങൾ നടത്തുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗതയും കൂടുതൽ എളുപ്പവും കൈവരിക്കുന്നതിനും സാധ്യമാകുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്. ഗവേഷണം നടത്തിയേക്കുന്ന മേഖലയിൽ ഗവേഷണം നടത്തുന്ന മറ്റ് ഗവേഷകർക്ക് ഗവേഷകൻ തയ്യാറാക്കി നൽകിയേക്കുന്ന തൻ്റെ ഗവേഷണത്തെ പറ്റിയുള്ള ഗവേഷണ റിപ്പോർട്ടുകൾ വഴി മറ്റ് ഗവേഷകർക്ക് അവരുടെ ഗവേഷണം കൂടുതൽ സുഖപ്രദമാക്കി മാറ്റുവാനും മറ്റ് ഗവേഷകർക്ക് തങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും അതുപോലെ തന്നെ തങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി പൂർത്തിയാക്കുന്നതിനും കാരണമായി മാറുന്നു ഈ ഒരു ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഓരോ ഗവേഷകരും വ്യത്യസ്ത മേഖലകളിൽ അവർ കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലങ്ങൾ അടങ്ങുന്ന ഗവേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് അതേ മേഖലയിൽ തന്നെ ഗവേഷണം നടത്തുന്ന ബാക്കിയുള്ള ഗവേഷകർക്ക് അവരുടെ അറിവുകൾ കൂടുതൽ വിപുലമാക്കി മാറ്റുവാനും അതുപോലെ തന്നെ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കി മാറ്റുവാനും അവർക്ക് അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തുവാനും ഇത് സഹായകരമായി മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടു ട്രാൻസ്മിറ്റ് ദ ഇൻഫർമേഷൻ ടു ഡിസിഷൻ മേക്കർ, എക്സ്പെർട്ടൈസ് ആൻഡ് ടെക്നീഷ്യൻസ്, എക്സിക്യൂട്ടീവ്സ് ആൻഡ് ലേ പീപ്പിൾ. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും മറ്റുള്ള എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ടെക്നീഷ്യന്മാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ആളുകൾ എന്നിവർക്കൊക്കെയും ഈ ഒരു ഗവേഷകൻ തങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിൽ കൂടി തങ്ങളുടെ ഗവേഷണ ഫലങ്ങളും ഗവേഷണ ഇൻഫർമേഷൻസും കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ തന്നെ കാര്യക്ഷമതയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അവർ നേരിടുന്ന വ്യത്യസ്തമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് കാരണമായി മാറുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ടു കൺവേ ദ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ടുകൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ ഗവേഷണ റിപ്പോർട്ടിലൂടെ ആശയവിനിമയം നടത്തുന്നതിലൂടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള പരിഹാരം കണ്ടെത്തുവാൻ ഇത് സഹായകരമായി തീരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് ടു കമ്മ്യൂണിക്കേറ്റ് ദ ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷകൻ പഠനം നടത്തുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഗവേഷണം നടത്തുന്ന മേഖലയിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഗവേഷണ ഫലങ്ങളും ആശയവിനിമയം നടത്തുന്നതിലൂടെ ആ മേഖലയിൽ കൂടുതൽ വികസനവും കൂടുതൽ പരിവർത്തനവും കൊണ്ടുവരാൻ സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തന്നെ അതുപോലെ തന്നെ ഗവേഷണം നടത്തിയിരിക്കുന്ന മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് അവരുടെ അറിവുകൾ കൂടുതൽ വിപുലമാക്കുന്നതിനും കൂടുതൽ അറിവുകൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും ഈ ഒരു ഗവേഷണ റിപ്പോർട്ടുകൾ സഹായകരമായി മാറുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് ടു ഷെയർ വിത്ത് അതേഴ്സ് ദ നോളജ് അക്യൂർഡ് ബൈ ദ റിസർച്ചർ. അതായത് മറ്റുള്ളവരുമായിട്ട് ഗവേഷകൻ നേടിയെടുത്തിരിക്കുന്ന അറിവുകൾ പങ്കുവെക്കുന്നതിലൂടെ അവർക്കിടയിലേക്കും ഈ ഗവേഷണ ഫലങ്ങളും ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും കൈമാറ്റം ചെയ്യുവാനും അറിവ് പകർന്നു കൊടുക്കുവാനും സാധ്യമാകുന്നു ഗവേഷണ റിപ്പോർട്ടിലൂടെ. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് ടു ഇൻഫോം അതേഴ്സ് വാട്ട് ദ റിസർച്ചർ പെർഫോംഡ് ഇൻ ദ ഏരിയ ഓഫ് സ്റ്റഡി ഓഫ് എഗനസ്റ്റ് ഹിസ് പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തങ്ങളുടെ പദ്ധതികൾക്ക് എഗനസ്റ്റായിട്ട് ഒരു പഠന മേഖലയിൽ റിസർച്ചേഴ്സ് എന്തൊക്കെ തരത്തിലുള്ള പഠനകാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു ഗവേഷകനെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഒരു പ്രത്യേക മേഖലയിൽ പഠനങ്ങൾ നടത്തുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ആ ഒരു മേഖലയിൽ ആ പദ്ധതികൾക്കൊക്കെ എഗനസ്റ്റായിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏതൊക്കെ തരത്തിലുള്ള പഠനകാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഗവേഷകൻ നടത്തിയിട്ടുള്ളത് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ആ ഗവേഷകനെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഗവേഷണ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ദ കണ്ടന്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ആ ഗവേഷണ ഫലങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഫൈൻഡിങ്സും അടങ്ങുന്ന ഗവേഷണ റിപ്പോർട്ട് ഏത് രൂപത്തിലായിരിക്കണം തയ്യാറാക്കി നൽകേണ്ടത്. ആ കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്.
3 രീതിയിലാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളെ തരംതിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് മാറ്റർ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് എൻഡ് മാറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫ്രണ്ട് മാറ്റർ, ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് മാറ്റർ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഫ്രണ്ട് പേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഗവേഷകനും അദ്ദേഹത്തിൻ്റെ ഗവേഷണം പൂർത്തിയാക്കിയതിന് ശേഷം എഴുതി തയ്യാറാക്കുന്ന റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്തെയാണ് ഫ്രണ്ട് മാറ്റർ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ആ റിസർച്ച് അദ്ദേഹം ഏത് മേഖലയിലാണ്, ഏത് വിഷയത്തിലാണ് റിസർച്ച് കണ്ടക്ട് ചെയ്തേക്കുന്നത്, അതുകൂടാതെ തന്നെ ആ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആമുഖം എന്താണ്, ഇത് കൂടാതെ തന്നെ എന്താണ് ആ ഒരു റിസർച്ച് പൂർത്തിയാക്കിയതിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണ്. ഇത് കൂടാതെ തന്നെ കണ്ടൻറ് പേജ്, അതായത് നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിലും അതിന് ഇൻട്രൊഡക്ഷൻ കാണും, നിങ്ങൾ എന്ത് അസൈൻമെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണും. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റ്, ആ ഒരു റിസർച്ച് വർക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ആ കണ്ടൻറ്റുകളും അതിൻ്റെ ഇൻട്രൊഡക്ഷനും മുതലായ കാര്യങ്ങളുമായിരിക്കണം കണ്ടൻറ് പേജിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇത് കൂടാതെ തന്നെ റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ തങ്ങളുടെ റിസർച്ച് വർക്കുകൾ മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ടേബിളുകളും വ്യത്യസ്തമായിട്ടുള്ള ഫിഗേഴ്സും ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെ പേജിലാണ് കിടക്കുന്നത് ആ ടേബിളുകളും ആ ഫിഗേഴ്സും അതിനെ പറ്റിയുള്ള വിവരങ്ങൾ. ഇത് കൂടാതെ തന്നെ റിസർച്ച് പരിപൂർണതയിൽ എത്തുവാൻ വേണ്ടി ചില സമയങ്ങളിൽ റിസർച്ച് വർക്ക് നടത്തുന്ന ആളുകൾ ചെറിയ രീതിയിലുള്ള ഷോർട്ട് എസ്സേകളും ഷോർട്ട് വർക്കുകളും ഷോർട്ട് വേസും സ്വീകരിക്കാറുണ്ട്. അവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ആംബ്രിവേഷൻസ് ആയിട്ട് കൊടുക്കണം. ഇവയെല്ലാം അടങ്ങുന്നതാണ് ഫ്രണ്ട് മാറ്റർ എന്ന് പറയുന്നത്. അതായത് ഏതൊരു റിസർച്ച് വർക്കിൻ്റെയും ആദ്യ ഭാഗമാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫ്രണ്ട് മാറ്റർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. എന്തെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യമാണ് ടൈറ്റിൽ പേജ് അഥവാ ശീർഷകം എന്ന് പറയുന്നത്. Title page. The title should be clearly describing what the research is about. A part of the title. The title page should be contain author name, person, organization for whom study is conducted, date and year. അതായത് റിസർച്ചർ ഏത് മേഖലയിലാണ് അദ്ദേഹം റിസർച്ച് നടത്തിയേക്കുന്നത്, ആ ഒരു റിസർച്ച് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൻ്റെ പേരാണ് അവിടെ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. അദ്ദേഹം റിസർച്ച് നടത്തിയേക്കുന്ന, ഗവേഷണം നടത്തിയേക്കുന്ന പ്രശ്നം എന്താണ്, പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ചോദ്യം എന്താണ്, ആ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും അവിടെ മെൻഷൻ ചെയ്ത് പറയേണ്ടത്. ഇത് കൂടാതെ തന്നെ റിസർച്ച് നടത്തിയിരിക്കുന്ന വ്യക്തിയുടെ നെയിമും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ്റെ പേരും, ഇതുകൂടാതെ തന്നെ അദ്ദേഹം ഏത് കൊല്ലമാണ്, ഏത് വിഷയത്തിലാണ്, ഏത് ഡേറ്റിലാണ് റിസർച്ച് നടത്തിയേക്കുന്നത് മുതലായവയും ഇൻക്ലൂഡ് ചെയ്തുണ്ടാകണം ടൈറ്റിൽ പേജിൽ. അപ്പോൾ ടൈറ്റിൽ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ച് കോപ്പിയുടെ അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. ഫ്രണ്ട് മാർട്ടിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത്. ടൈറ്റിൽ പേജിൽ റിസർച്ചർ ഏത് മേഖലയിലാണ് റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്തേക്കുന്ന റിസർച്ച് സബ്ജക്റ്റ് എന്ന് പ്രത്യേകം എടുത്തു പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചറുടെ നെയിം, അദ്ദേഹത്തിൻ്റെ വർക്ക്, അദ്ദേഹം ഏത് ബിസിനസ് ഓർഗനൈസേഷനാണ് റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്തേക്കുന്നത്, ഏത് കൊല്ലമാണ്, ഏത് ഡേറ്റിലാണ്, ഇത് കൃത്യമായി മെൻഷൻ ചെയ്ത് പറഞ്ഞുണ്ടാകണം. ഇനി അടുത്താണ് പ്രിഫേസ് അഥവാ ആമുഖം എന്ന് പറയുന്നത്. ഈ ആമുഖ ഭാഗമാണ്, പ്രിഫേസ് അഥവാ ആമുഖം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചർ ഏത് വിഷയത്തെ പറ്റിയാണോ റിസർച്ച് നടത്തിയേക്കുന്നത് അത് ആ റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ഓഡിയൻസിന് ആ ആമുഖം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്താണ് റിസർച്ചർ ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. ആ തരത്തിലായിരിക്കണം ആമുഖം തയ്യാറാക്കേണ്ടത്. ഇത് കൂടാതെ തന്നെ ആ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ്, റിസർച്ച് റിപ്പോർട്ട് ഏത് മേഖലയിലാണ് നടത്തിയിട്ടുള്ളത്, ഏത് വിഷയത്തിലാണ് റിസർച്ച് റിപ്പോർട്ട് നടത്തിയേക്കുന്നതുള്ളതെന്നും, അതുപോലെ തന്നെ റിസർച്ചിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണുള്ളത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധ്യതകൾ എന്തുമാത്രമാണുള്ളത്, അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ കൂടി ഈ ഒരു റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, എങ്കിൽ മാത്രമേ ആമുഖം വായിക്കുന്ന വ്യക്തികൾക്ക് ആ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം കൃത്യമായിട്ടും വ്യക്തമാവുകയുള്ളൂ. ഇറ്റ് ഈസ് എ പ്രിലിമിനറി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ദ സ്റ്റഡി ഓഫ് ദി ഓഡിയൻസ്. അതായത് ഒരു റിസർച്ച് വർക്ക് ആദ്യമായിട്ട് ഒരു ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഓഡിയൻസിന് ആദ്യമായിട്ട് ആ റിസർച്ച് റിപ്പോർട്ട് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണിതെന്ന് പറയുന്നത് ഈ പ്രിഫേസ് എന്ന് പറയുന്നത്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ആ റിസർച്ചർ എന്ത് റിസർച്ച് വർക്കാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്നും ആ റിസർച്ച് വർക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഉദ്ദേശം എന്തൊക്കെയാണെന്നും അതിൻ്റെ വിജയസാധ്യതയും അതിൻ്റെ പഠന സാധ്യതയും എന്തുമാത്രമാണുള്ളതെന്നും വ്യക്തമാക്കി പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അധികാര സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസർച്ച് വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷനുകളും അതുപോലെ തന്നെ ഓരോ അതോറിറ്റീസും അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾക്ക് സാക്ഷ്യപ്പെടുത്തി നൽകിയിരിക്കുന്ന ഓരോ അംഗീകാരങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ചെന്ന് നമ്മളൊരു കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്തു എന്നതിനുള്ള തെളിവായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരും. എന്ന് പറഞ്ഞ പോലെ തന്നെ റിസർച്ച് ചെയ്യുന്ന ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുകയും അതിനു വേണ്ടിയുള്ള റിസർച്ച് ഫലങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് ആ വർക്ക് ചെയ്തേക്കുന്ന ഓർഗനൈസേഷനുകളും അതുപോലെ തന്നെ ആ റിസർച്ച് ഓർഗനൈസേഷൻ ആ റിസർച്ചർ വ്യത്യസ്ത മേഖലകളിലെ റിസർച്ച് വർക്കുകൾ കണ്ടക്ട് ചെയ്തതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികൾ നൽകുന്ന ഒന്നാണിതെന്ന് പറയുന്നത് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാൻ എന്താ പറഞ്ഞേക്കണേന്ന്, ഇൻ ദ കേസ് ഓഫ് അക്കാദമിക് റിസർച്ച് സൂപ്പർവൈസിംഗ് ടീച്ചർ ഓർ റിസർച്ച് ഗൈഡ് ഹാസ് ടു ഗീവ് ദ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ടു ദ റിസർച്ചർ പെർമിറ്റിംഗ് ഹിം കണ്ടക്ട് ദ സ്റ്റഡി ഓഫ് ടോപ്പിക് ഈസ് കൺസേൺഡ്. അതായത് ഈ റിസർച്ചർ എന്ന് പറയുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള പഠനപരമായിട്ടുള്ള ഒരു റിസർച്ച് വർക്കാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹം റിസർച്ച് വർക്ക് പൂർത്തിയാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൈഡിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ കീഴിലോ ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്ക് അദ്ദേഹം പൂർത്തിയാക്കി നൽകി കഴിഞ്ഞാൽ ആ റിസർച്ച് വർക്കിൻ്റെ ഗുണമേന്മയും അതുപോലെ തന്നെ ആ റിസർച്ചിൻ്റെ നിലവാരവും വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗൈഡോ അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകിയേക്കുന്ന ഗൈഡ് ലൈൻസ് നൽകിയേക്കുന്ന ടീച്ചറോ എന്ത് ചെയ്യുന്നു, ഒരു ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇത് അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകളുടെ ഒരു തെളിവ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ദിസ് സർട്ടിഫിക്കറ്റ് ഷോ ഓതൻറ്റിക്കലി വർക്ക് ഇസ് ഡൺ ബൈ ദ റിസർച്ചർ ബട്ട് ദ കേസ് ഓഫ് അതർ ടൈപ്പ് ഓഫ് റിസർച്ച് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് ഷോ അപ്രൂവൽ ഫ്രം ദി പേഴ്സൺ ബോഡി ഹും ദ റിസർച്ച് ഇസ് കണ്ടക്റ്റഡ്. അതായത് ഈ ഒരു റിസർച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു വർക്ക് ശരിയായ രീതിയിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്, അതിന് അദ്ദേഹത്തിന് നൽകുന്ന ഒരു അംഗീകാരമാണിതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ ഈ റിസർച്ച് വർക്കുകൾ പൂർത്തിയാക്കിയേക്കുന്നത്, ഇന്ന വ്യക്തിയുടെ മാർഗ്ഗനിർദ്ദേശത്തിൽ കൂടിയാണ് ഈ വർക്കുകൾ ശരിയായ രീതിയിൽ പൂർത്തിയാക്കിയത്, അതിന് അദ്ദേഹം നൽകുന്ന ഒരു അംഗീകാരമാണെന്ന് പറയുന്നത് ഈ റിസർച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇദ്ദേഹം മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുള്ളതെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ നൽകുന്ന ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് ഇദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസിനസ് ഓർഗനൈസേഷൻ നൽകുന്ന ഒരു അംഗീകാര സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്നത് റിസർച്ച് ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് കണ്ടൻറ് പേജ് എന്ന് പറയുന്നത്. നാലാമത്തെ ഭാഗമാണ്. ഇത് ഫ്രണ്ട് മാറ്റിൽ വരുന്നൊരു ഭാഗം തന്നെയാണ്. ആസ് ദ നെയിം ഇസ് സജസ്റ്റ് ദിസ് പേജസ് ഷോ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ദി റിപ്പോർട്ട്. ദ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് റിസർച്ച് മേ ബി സെപ്പറേറ്റഡ് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആൻഡ് സബ് ചാപ്റ്റേഴ്സ്. ഓൾ ദീസ് ചാപ്റ്റേഴ്സ് ആർ ക്ലിയർലി ഷോൺ ദ കണ്ടൻറ് പേജ് വിത്ത് റെസ്പെക്റ്റീവ് പേജ് നമ്പർ. അതായത് നമ്മുടെ ഒരു റിസർച്ചർ തങ്ങളുടെ ഗവേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റിസർച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന റിസർച്ച് റിപ്പോർട്ടിൽ അദ്ദേഹം ഏത് മേഖലയിലാണോ റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയേക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു മേഖലയിൽ അദ്ദേഹം കണ്ടെത്തിയേക്കുന്ന ഫൈൻഡിങ്സും സജഷൻസും സൊല്യൂഷൻസും ആയിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക. ഇവയെ ക്ലിയർ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ആ റിസർച്ച് റിപ്പോർട്ടിൽ ഏതൊക്കെ ഭാഗത്താണ് ആ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും സജഷൻസും കിടക്കുന്നത് അവയെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ടും സബ് ചാപ്റ്റേഴ്സായിട്ടും ആയിരിക്കും റിസർച്ച് റിപ്പോർട്ടിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളായിട്ടാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളായിട്ടാണ് ആ റിസർച്ചേഴ്സിൻ്റെ ഗവേഷണ ഫലങ്ങൾ കടക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സും സജഷൻസും അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളും കടക്കുന്നത് അവയെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററുകളായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ റിസർച്ച് റിപ്പോർട്ടിൻ്റെ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗത്തും ഓരോ പേജിലും കിടക്കുന്ന ഡേറ്റാസ് എന്താണെന്നും അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററുകളും ഏത് പേജിലാണ് ആരംഭിക്കുന്നതെന്നും
കാണിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് കണ്ടൻറ് പേജ് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള പേജുകളിലുള്ള ഓരോ ഡേറ്റാസിനെ പറ്റിയുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും ഏതൊക്കെ പേജിലാണ് ആരംഭിച്ച് അവസാനിക്കുന്നതെന്ന് കാണിക്കുവാനും സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം. റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചേഴ്സ് തങ്ങളുടെ ഗവേഷണ ഫലം മറ്റുള്ളവർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ടേബിളുകളും വ്യത്യസ്തമായിട്ടുള്ള ഫിഗേഴ്സുകളും ഉപയോഗിക്കാറുണ്ട്. ഈ തരത്തിലുള്ള ടേബിളുകളും ഫിഗേഴ്സിൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടെ ഗവേഷണ ഫലത്തെ വളരെയധികം ലളിതമായ രീതിയിൽ വിശദീകരിച്ച് കൊടുക്കുവാൻ ഗവേഷകന് സാധിക്കുന്നു. തൽഫലമായിട്ട് അദ്ദേഹം ആ ഒരു ഗവേഷണ റിപ്പോർട്ടിൽ പല ലിസ്റ്റ് ഓഫ് ടേബിളുകളും ഫിഗറുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് ഓഫ് ടേബിളുകളും ഫിഗറുകളും എവിടെയാണ് കിടക്കുന്നതെന്ന് മറ്റു റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ചാപ്റ്ററുകളിലും വ്യത്യസ്ത സബ് ചാപ്റ്ററുകളിലുമായിട്ട് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഫിഗറുകളും ലിസ്റ്റ് ഓഫ് ടേബിളുകളും ഏതൊക്കെ പേജുകളിലാണ് കിടക്കുന്നതെന്ന് വ്യക്തമായിട്ട് റീഡേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് എന്ന് പറയുന്ന ഭാഗം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ആംബ്രിവേഷൻസ് എന്ന് പറയുന്നത്. റിസർച്ചർ എന്ന് പറയുന്ന ആളുകൾ തങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ അകത്ത് ഡേറ്റാസൊക്കെ വിവരിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യും, അവർ ഷോർട്ട് ഫോമുകൾ ഉപയോഗിക്കും. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതുകയെന്ന് എഴുതാം, PVT എന്ന് പറഞ്ഞ് എഴുതും അല്ലേ. പിന്നെന്താണ് നമ്മൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമ്മൾ LTD എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ഇങ്ങനെ ചില നേരത്തെ നമ്മൾ ഗവൺമെൻറ് സ്കൂളിന് പകരം GS എന്ന് പറഞ്ഞ് എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ഫോമുകൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ടിൽ ആവർത്തിച്ച് വരുന്ന വാക്കുകൾ അവർ ഫുള്ളായിട്ട് എഴുതണമെന്നില്ല, ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണമെന്നില്ല. അവരെന്ത് ചെയ്യുന്നു, അവർ ഷോർട്ട് ഫോം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഡേറ്റാസിൽ ഈ ഓരോരോ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയേക്കുന്നത്. ഇങ്ങനെ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ട് വളരെയധികം ലളിതമാക്കുവാനും അതുപോലെ തന്നെ ചുരുക്കി എഴുതുവാനും വേണ്ടി പല സെൻറ്റൻസുകളും ഷോർട്ട് ഫോമിൽ എഴുതിയിട്ടുണ്ടാകും. ആ ഷോർട്ട് ഫോമുകൾ എന്തൊക്കെയാണെന്ന് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ ഷോർട്ട് ഫോമുകളുടെ നീണ്ട വിശദീകരണം മുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് ആരംഭിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ആ ഒരു ഗവേഷകൻ കൊടുത്തിട്ടുണ്ടാകും. തൽഫലമായിട്ട് ആ ഒരു ഗവേഷകൻ്റെ റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ആളുകൾക്ക് വളരെയധികം എളുപ്പത്തിൽ ആ ഒരു ഷോർട്ട് ഫോമുകളുടെ ഫുൾ ഫോം എന്തെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ PVT എന്ന് പറഞ്ഞായിരിക്കാം, പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ PT എന്നാകാം. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഷോർട്ട് ഫോമുകളുടെ ഫുൾ ഫോം എന്തെന്ന് മുകളിൽ എവിടെയെങ്കിലും ആംബ്രിവേഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആ കാര്യമാണ് ആംബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഒരു ഗവേഷകൻ തങ്ങളുടെ റിസർച്ച് റിപ്പോർട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റാസൊക്കെ വിവരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് ഫോമുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫോമിൻ്റെ ഫുൾ ഫോം എന്തെന്ന് വിശദീകരിച്ച് പറയാൻ വേണ്ടി റീഡേഴ്സിനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ആംബ്രിവേഷൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗവേഷകൻ ഉപയോഗിച്ചിട്ടുള്ള ഷോർട്ട് ഫോമുകളുടെ ഫുൾ ഫോം എന്തെന്ന് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യമാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഭാഗമാണ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഏതൊരു റിസർച്ച് റിപ്പോർട്ടിൻ്റെയും ഏറ്റവും നട്ടെല്ലെന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ തന്നെയാണ്. അതായത് ഒരു ഗവേഷകൻ തങ്ങളുടെ ഗവേഷണത്തിൽ കൂടി കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലങ്ങളും സജഷൻസും അതുപോലെ തന്നെ ഫൈൻഡിങ്സും അതുപോലെ തന്നെ കൺക്ലൂഷൻസും മെയിൻ ഡേറ്റാസും അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ ഇൻ്റർപ്രിട്ടേഷനും ഡേറ്റയുടെ വിശകലനവുമാണ് പ്രധാനമായിട്ടും സബ്ജക്റ്റ് മാറ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ഒരു ഗവേഷകൻ്റെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിസർച്ചർ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയേക്കുന്ന ഗവേഷണ ഫലങ്ങളാണ് പ്രധാനമായിട്ടും സബ്ജക്റ്റ് മാറ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ദ വൈറ്റൽ പാർട്ട് ഓഫ് റിസർച്ച്. ഇറ്റ് റിഫ്ലക്ട് ദ വർക്ക് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദി റിസർച്ചർ റിലേറ്റഡ് വിത്ത് ദ ടോപ്പിക് പ്രോബ്ലംസ് അണ്ടർ സ്റ്റഡി. ദ മേജർ എലമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എ റിപ്പോർട്ട് ആർ ആസ് ഫോളോസ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചർ ഏത് മേഖലയിലാണ് ഗവേഷണം നടത്തിയേക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇവിടെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി സബ്ജക്റ്റ് മാറ്ററിലേക്ക് വരുമ്പോൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ കാര്യമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്.
ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവേഷകൻ്റെ റിസർച്ചിനെ പറ്റി അല്ലെങ്കിൽ റിസർച്ചിനെ പറ്റി അത് വായിക്കുന്ന ഓഡിയൻസിന് ധാരണയുണ്ടാക്കുന്ന ഒരു ഭാഗമാണിതെന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗവേഷകൻ ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്തിട്ട് ഒരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ റിസർച്ച് റിപ്പോർട്ട് എന്താണെന്ന് അത് വായിക്കുന്ന വായനക്കാർക്ക് ഒരു ഒരു ധാരണയുണ്ടാക്കാൻ അവരെ സഹായിക്കുന്ന ഒന്നാണിതെന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് റിപ്പോർട്ടിലെ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് സെക്ഷൻ ഈസ് ഇൻട്രൊഡ്യൂസ് ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി ദ ഒബ്ജക്റ്റീവ്സ് ഹൈപ്പോത്തസിസ് ലിമിറ്റേഷൻ ആൻഡ് ചാപ്റ്റർ സ്കീം. അതായത് ഗവേഷകൻ ഏത് പ്രശ്നത്തെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ആ ഒരു ഗവേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഒരു ഗവേഷണത്തിന് വേണ്ടി ആ ഒരു ഗവേഷകൻ രൂപം കൊടുത്തിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, അതുകൂടാതെ തന്നെ അദ്ദേഹം ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പാഠഭാഗങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റാസ് ഏതൊക്കെ പാഠഭാഗങ്ങളിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഇവയൊക്കെ അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ഞാൻ എൻ്റെ ബിസിനസ് ഫേമിൽ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഞാൻ എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്, എൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം എന്തുകൊണ്ടാണ് കുറഞ്ഞിരിക്കുന്നത്, ആ ഒരു ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ പറ്റിയായിരിക്കും ഞാൻ സ്റ്റഡി മേഖലയിൽ കൊടുക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ, ഞാൻ ഈ ഒരു പഠനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ എൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്, അതായിരിക്കും ലക്ഷ്യങ്ങളിൽ കൊടുക്കുന്നത്. പിന്നെ ഹൈപ്പോത്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രൂപത്തിൽ ഞാൻ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂട്ടാൻ പറ്റും, ആ ഒരു കാര്യമാണ് ചിലപ്പോൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുക. പിന്നെ എൻ്റെ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ എന്തൊക്കെയാണ്, ഞാൻ ഈ റിസർച്ച് മുഖേന കണ്ടക്ട് ചെയ്യുന്ന കണ്ടുപിടിച്ചേക്കുന്ന ഡേറ്റാസ് ഏതൊക്കെ പാഠഭാഗത്താണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത്, ഈ കാര്യമാണ് പ്രധാനമായിട്ടും ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറോട്ടിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറോട്ടിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊണ്ട് അർത്ഥമാക്കുന്ന ഒരു ഗവേഷകൻ ഏത് മേഖലയിലാണോ റിസർച്ച് നടത്തിയിട്ടുള്ളത് ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് മറ്റുള്ള റിസർച്ചേഴ്സ് നടത്തിയിട്ടുള്ള പഠനങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് തിയറോട്ടിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഗവേഷകനാണ്, ഞാൻ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഗവേഷണം നടത്താൻ വേണ്ടി ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഗവേഷകർ ആ ഒരു സബ്ജക്റ്റിൽ ഇതിനു മുമ്പേ ഏതെങ്കിലും തരത്തിലുള്ള ഗവേഷണം നടത്തി ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ച് റിപ്പോർട്ടുകളോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങളും അതുകൂടാതെ തന്നെ എൻ്റെ റിസർച്ച് പ്രോബ്ലമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ശേഖരിച്ചിട്ടുള്ള ഡേറ്റാസ് അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ ഉള്ളത് ആ സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളും എന്ത് ചെയ്യുന്നു, സോഴ്സിൽ നിന്നുള്ള വിവരങ്ങളും എവിടെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഈ ഒരു മേഖലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഒരു ഗവേഷണത്തെ പറ്റിയുള്ള മുൻധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായകരമായി ഇത് മാറുന്നു. ഇനി മറ്റൊരു കാര്യമാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിസർച്ച് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവേഷണത്തിൻ്റെ രൂപകൽപ്പനയാണ് പ്രധാനമായിട്ടും റിസർച്ച് ഡിസൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗവേഷകൻ തങ്ങളുടെ റിസർച്ച് പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണ് കണ്ടക്ട് ചെയ്യേണ്ടത്, വ്യത്യസ്തമായ റിസർച്ച് പ്രവർത്തനങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്, അതിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ഗവേഷകനാണെങ്കിൽ ഞാൻ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം നടത്തുകയാണെങ്കിൽ എൻ്റെ റിസർച്ച് വർക്കുകൾ ഞാൻ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് എൻ്റെ റിസർച്ച് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റാസ് ശേഖരിച്ചിട്ടുള്ളത്, അത് ശേഖരിക്കാൻ വേണ്ടി ഞാൻ ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡുകളാണ് അവലംബിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് സാമ്പിളുകൾ ഞാൻ ശേഖരിച്ചിട്ടുള്ളത്, ഞാൻ ഏതൊക്കെ ഡേറ്റാസാണ് കളക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ എങ്ങനെയൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യാൻ വേണ്ടി ഞാൻ ഏതൊക്കെ തരത്തിലുള്ള ടൂളുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഞാൻ ഡേറ്റയെ വിശകലനം ചെയ്തിട്ടുള്ളത്, ഈ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നുള്ള ഗവേഷണ രൂപകൽപ്പനയാണ് പ്രധാനമായിട്ടും നമ്മൾ റിസർച്ച് ഡിസൈൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു ഗവേഷകൻ ഏതെങ്കിലും ഒരു റിസർച്ച് പ്രോബ്ലമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയെ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളുടെ സഹായത്തോടു കൂടി വിശകലനം ചെയ്യുകയും ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. തലഫലമായിട്ട് ആ ഒരു റിസർച്ചർ നടത്താൻ പോകുന്ന ഗവേഷണത്തിന് അല്ലെങ്കിൽ ആ റിസർച്ചർ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് പ്രോബ്ലത്തിന് ശരിയായ രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുവാനും ആ സൊല്യൂഷൻസ് ഈ ഡേറ്റാസിനെ എങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് കണ്ടെത്താമെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഈ ഒരു ഭാഗം സഹായിക്കുന്നു.
ഗവേഷകൻ ഗവേഷകൻ ഏത് മേഖലയിലാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണോ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, ആ പ്രോബ്ലമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുകയും ആ ഡേറ്റാസ് എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, ആ ഡേറ്റ എങ്ങനെയൊക്കെ വിശകലനം ചെയ്ത് പഠനവിധേയമാക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന റീഡേഴ്സിന് ശരിയായ രീതിയിൽ ശരിയായ രീതിയിൽ പ്രോബ്ലവും എങ്ങനെയൊക്കെയാണ് ഓരോ പ്രോബ്ലവും എങ്ങനെയാണ് ശരിയായ രീതിയിൽ സൊല്യൂഷൻ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഈ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇനി മറ്റൊരു കാര്യമാണ് സമ്മറി ആൻഡ് കൺക്ലൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമ്മറി ആൻഡ് കൺക്ലൂഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എ സം അപ്പ് ഫൈൻഡിങ്സ് ഓഫ് സ്റ്റഡി ആൻഡ് കൺക്ലൂഷൻ ഡ്രോ ഡൗൺ ബൈ ദ റിസർച്ച് ഫ്രം സൈൻഡിങ്സ്. അതായത് ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പ്രോബ്ലംസിനെ കണ്ടെത്തിയേക്കുന്ന സൊല്യൂഷൻസും അതുപോലെ തന്നെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസുമാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ദിസ് സെക്ഷൻ ഗീവ് ദ ലിസ്റ്റ് ഓഫ് ക്ലിയർ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ റിസർച്ചർ ഓൺ ദ ബേസ് ഓഫ് ഹിസ് ഫൈൻഡിങ്സ്. അതായത് തങ്ങൾ കണ്ടെത്തിയേക്കുന്ന ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലത്തെ ഗവേഷകൻ കണ്ടെത്തിയ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ ഈ തരത്തിലുള്ളൊരു പ്രശ്നം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള പരിഹാര മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യമാണ് സജഷൻസ് ഫോർ ഫർദർ റിസർച്ച്. അതായത് നമുക്കറിയാം ഗവേഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ളൊരു പ്രവർത്തനമാണ്, അതൊരിക്കലും അവസാനിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഗവേഷകൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്നാണ് റിസർച്ച് മുഖേന അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഗവേഷണം നടത്തിയിരിക്കുന്ന മേഖലയിൽ ആ ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും മറ്റൊരു വ്യക്തി തുടർച്ചയായിട്ട് ഗവേഷണം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു തുടർച്ച കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള സജഷൻസും എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആ ഒരു ഗവേഷണ റിപ്പോർട്ടിൽ. ആ ഭാഗമാണ് ഇവിടെ നിന്ന് പറയുന്നത് സജഷൻസ് ഫോർ ഫർദർ റിസർച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം നോ റിസർച്ച് ഈസ് കംപ്ലീറ്റ്. There are numerous gaps, vacuum spaces in research. The gaps are filled by further researchers. Once the research form on the base of many researchers, so it's useful research reports to include section which show how the research can be continued. അതായത് നമുക്കറിയാം റിസർച്ച് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമാകുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു റിസർച്ചർ കണ്ടെത്തുന്ന റിസർച്ച് പ്രോബ്ലംസിൻ്റെ ഇടയിൽ അദ്ദേഹം ഏത് തരത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കഴിഞ്ഞാലും അദ്ദേഹം കണ്ടെത്തിയേക്കുന്ന സൊല്യൂഷൻസിൻ്റെ ഇടയിലും എന്തായിരിക്കും, അദ്ദേഹം കണ്ടെത്തിയേക്കുന്ന അറിവുകൾക്കിടയിലും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലേ. അത് നികത്തുവാൻ വേണ്ടി ബാക്കിയുള്ള റിസർച്ചേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റിസർച്ചിൻ്റെ ഗവേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് ഗവേഷണം നടത്തുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് തങ്ങളുടെ ഗവേഷണത്തെ ഈ ഒരു ഗവേഷണത്തിൽ നിന്ന് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിനു വേണ്ടിയുള്ള സജഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഭാഗമാണ് സജഷൻസ് ഫോർ ഫർദർ റിസർച്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ എൻമാറ്റർ എന്ന് പറയുന്നത്. എൻമാറ്ററിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻമാറ്റർ ഓഫ് റിപ്പോർട്ട് comes after the subject are part of a research. The end matter can be made up with several elements. The formally of the report, the needs of the audience influence what is included. എൻമാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടുകളിലായിരിക്കും പ്രധാനമായിട്ട് എൻമാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉൾക്കൊള്ളിക്കുന്നത്. അതായത് റിസർച്ച് റിപ്പോർട്ടുകൾ ശരിയായ രീതിയിൽ എല്ലാ സ്ട്രക്ചറുകളും ഫോളോ ചെയ്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ടിലാണ് എൻമാറ്റർ ഉൾക്കൊള്ളിക്കുന്നത്. എൻമാറ്റർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്ററിന് ശേഷം വരുന്ന റിസർച്ച് റിപ്പോർട്ടിൽ സബ്ജക്റ്റ് മാറ്ററിന് ശേഷം വരുന്ന ഒരു ഭാഗമാണ് എൻമാറ്റർ എന്ന് പറയുന്നത്. എൻമാറ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻഡിക്സ് ആർ പ്രസൻറ്റ് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ ടു ഇൻക്രീസ് ദ റീഡേഴ്സ് നോളജ് ആൻഡ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ്. യൂഷ്വലി ദ ബാക്ക്ഗ്രൗണ്ട് particulars related with the data used in the study are given as appendix. അതായത് ഒരു ഗവേഷകൻ തങ്ങളുടെ പഠനത്തിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ നിന്നായിരിക്കാം ഡേറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഡേറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെന്നുള്ള ഒരു കാര്യമായിരിക്കും അപ്പൻഡിക്സ് പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇതുവഴി ഇത് വായിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഗവേഷണം നടന്നിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറിവുകൾ നേടിയെടുക്കുന്നതിനും റീഡേഴ്സ് ഈ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഏതെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് ഈ സോഴ്സുകൾ വളരെയധികം ഉപകാരപ്രദമായി മാറുകയും ചെയ്യും. ഇതിൻ്റെ ചുരുക്കരൂപം ഇത്രയേ ഉള്ളൂ. ഗവേഷകൻ ഏതൊക്കെ മേഖലയിൽ നിന്നാണോ
ഗവേഷകൻ ഏതൊക്കെ മേഖലയിൽ നിന്നാണോ തങ്ങളുടെ ഗവേഷണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വിവരങ്ങൾ ശേഖരിച്ചേക്കുന്നത് ആ ഒരു ഭാഗമായിരിക്കും പ്രധാനമായിട്ടും ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. ഇനി അടുത്താണ് ഗ്ലോസറി എന്ന് പറയുന്ന ഒരു ഭാഗം. ഗ്ലോസറി എന്ന് പറയുന്ന ഭാഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻ ദ ടേംസ് ആൻഡ് കൺസെപ്റ്റ് ഇസ് യൂസ്ഡ് ഇൻ ദി സ്റ്റഡി വിച്ച് അൺഫെമിലിയർ ടു ദി റീഡർ. സംടൈംസ് ദ ഗ്ലോസറി ഈസ് പ്ലേസ്ഡ് വിത്ത് ഫ്രണ്ട് മാറ്റർ ഇഫ് ദ റീഡേഴ്സ് ആർ നോട്ട് ലൈക്ലി ടു നോ ദ ടേംസ്. അതായത് നമുക്കറിയാം നമ്മൾ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷകർ പല രീതിയിലുള്ള വാക്കുകളും പല രീതിയിലുള്ള ശാസ്ത്രീയ ടേമുകളും ഉപയോഗിക്കുന്നുണ്ട് ഗവേഷണത്തിൽ, അല്ലേ? അപ്പോൾ അത് എല്ലാ തരത്തിലുള്ള റീഡേഴ്സിനും അത് മനസ്സിലായെന്ന് വരില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലമാണ്, അല്ലേ? അത് വായിക്കുന്ന ഒരാൾക്ക്, ഒരു ഗവേഷകൻ അയാളുടെ ഗവേഷണ റിപ്പോർട്ടിൽ H2O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്ന റീഡേഴ്സിന് അത് മനസ്സിലായില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള നാമത്തിന് പകരം കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ നെയിം ഇൻക്ലൂഡ് ചെയ്യും. ഇങ്ങനെ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഗവേഷണ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വേർഡുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു ശാസ്ത്രീയമായ നാമത്തെ വിശദീകരിച്ച് പറയുന്ന ഭാഗമാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രാഫി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണ വർക്കുകൾ പൂർത്തിയാക്കുവാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഡേറ്റാസ് കളക്ട് ചെയ്തേക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ബുക്സുകളും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഡേറ്റാസ് ശേഖരിച്ചിട്ടുള്ളത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. അദ്ദേഹം ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ അദ്ദേഹത്തിൻ്റെ ഗവേഷണ വർക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ഡേറ്റാസ് ശേഖരിച്ചിട്ടുള്ളത്, ഏതൊക്കെ ബുക്കുകളിൽ നിന്നോ ഏതൊക്കെ തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്, ഇത് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് വായിച്ചിട്ട് ഗവേഷണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു റിസർച്ച് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ആ സൈറ്റുകളിൽ നിന്ന്, ആ ബുക്കുകളിൽ നിന്നും കണ്ടെത്താവുന്നതാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും റിസർച്ച് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ നല്ല രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഗുഡ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണവശങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൂയിസ്ഡ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലൂസിഡ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിസർച്ചർ ഹാസ് ടു ഫോളോ സിമ്പിൾ റൈറ്റിംഗ് സ്റ്റൈൽ ടു ഫെസിലിറ്റേറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റീഡേഴ്സ്. അതായത് ഗവേഷണ റിപ്പോർട്ടുകൾ വായിക്കുന്ന റീഡേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷാ ശൈലി ആയിരിക്കണം പ്രധാനമായിട്ടും ഗവേഷകർ അവരുടെ ഗവേഷണ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഗോൾ ഓറിയൻറ്റഡ്, അതായത് ലക്ഷ്യബോധമുള്ളതായിരിക്കണം എന്ന് പറയുന്ന റിസർച്ച് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ദ റിസർച്ച് റിപ്പോർട്ട് ഷുഡ് ബി ഫോളോ എക്സാക്ട് പ്രീ ഡിഫൈൻഡ് കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. ഇഫ് ദെയർ ഈസ് any sort of deviation which does not match the objectives, then the report lost its quality. അതായത് റിസർച്ച് റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടും ഗവേഷകൻ എഴുതി തയ്യാറാക്കുമ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യമെന്തോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ കൺക്ലൂഷനും തയ്യാറാക്കേണ്ടത്. അതായത് റിസർച്ച് എന്തിനു വേണ്ടിയാണോ, ഏത് ലക്ഷ്യം മുൻനിർത്തിയാണോ ഗവേഷണം ആരംഭിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രീതിയിലായിരിക്കണം ആ ഗവേഷണം അവസാനിപ്പിക്കേണ്ടതും. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഗവേഷണ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിൽ നിന്നും വ്യത്യാസം വരുന്ന ഗവേഷണ റിപ്പോർട്ടിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയാണ് കൺക്ലൂഷൻസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് ആ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടുവാനും ഉപകരിക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ് റീഡർ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവേഷകർ അവരുടെ ഗവേഷണ ഫലത്തെ കുറിച്ച് തയ്യാറാക്കുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അത് വായിക്കുന്ന റീഡേഴ്സിൻ്റെ അറിവിനെ വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരിക്കണം എഴുതി തയ്യാറാക്കേണ്ടത്. ഗവേഷണ റിപ്പോർട്ടുകൾ വായിക്കുന്ന ആളുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലോ ആയിരിക്കരുത് ഒരിക്കലും ഗവേഷണ റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കേണ്ടത്. ഗവേഷണ റിപ്പോർട്ടുകൾ വായിക്കുന്ന വ്യക്തിക്ക് ആ ഒരു മേഖലയിൽ തങ്ങളുടെ അറിവ് കൂടുതൽ വിപുലമാക്കുവാനും കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധിക്കണം. ആ തരത്തിൽ റീഡേഴ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലായിരിക്കണം പ്രധാനമായിട്ടും ഗവേഷണ റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കുക. Executive summary. An executive summary is a short document given the abstract, the length of report so as to facilitate a quickly learning a problem of the study, the objectives and its findings. അതായത് നമുക്കറിയാം റിസർച്ച് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് വളരെയധികം പേജുകളുള്ളൊരു കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് മുഴുവനായിട്ടും വായിച്ച് നോക്കി അതിൻ്റെ കൺക്ലൂഷൻസും അതിൻ്റെ ഫൈൻഡിങ്സും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും എന്തിനു വേണ്ടിയാണ് ഈ പഠനം നടത്തിയിട്ടുള്ളതെന്ന് എല്ലാ റീഡേഴ്സിനും മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള സമയം ഇല്ല എങ്കിൽ റീഡേഴ്സിന് എളുപ്പത്തിൽ ഈ ഒരു
പ്രോജക്റ്റ് കൊണ്ട് എന്താണ്, ഈ ഒരു റിസർച്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കാര്യം, ആ ഒരു റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അതിൻ്റെ ഗവേഷണ ഫലങ്ങളും അതിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങളും എങ്ങനെയെന്ന് വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു ഷോർട്ട് ഡോക്യുമെൻ്റ് ഭാഗമാണിതെന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ്. എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട് ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് റാഷണൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാക്ട്. ഇറ്റ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഫാൻറ്റസീസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ദി റിസർച്ചർ. അതായത് റിസർച്ച് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും റിസർച്ചർ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള വസ്തുതകളെയും യഥാർത്ഥത്തിലുള്ള ഫാക്റ്റുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം റിസർച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്. അല്ലാതെ തെറ്റായിട്ടുള്ള വിവരങ്ങളുടെയും തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും റിസർച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കരുത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലെജിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിരിക്കണം. റിസർച്ച് റിപ്പോർട്ടുകൾ ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തെ പറ്റി തയ്യാറാക്കിയിരിക്കുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ അത് വായിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം വ്യക്തവും അതുപോലെ തന്നെ വളരെയധികം എളുപ്പത്തിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകണം. ആ തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈലുകളും വാക്കുകളുമായിരിക്കണം പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആൻഡ് വെൽ സ്ട്രക്ചർ. അതായത് ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ടുകൾ എഴുതി തയ്യാറാക്കുന്നത് വളരെയധികം സ്ട്രക്ചർ ഫോർമാറ്റിലായിരിക്കണം. അതായത് ഒരു റിസർച്ചർ അഥവാ ഗവേഷകൻ തങ്ങളുടെ ഗവേഷണ റിപ്പോർട്ടുകളും ഗവേഷണ ഫലങ്ങളും ശരിയായ രീതിയിൽ വളരെയധികം അച്ചടക്കത്തോടു കൂടി ക്രമീകരിച്ച് വേണം ഗവേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കുവാൻ. തങ്ങളുടെ ഗവേഷണ ഫലങ്ങൾ ആരംഭിക്കുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെയായിട്ടുള്ള കാര്യങ്ങൾ ക്രമമായിട്ട് വേണം ഓരോരോ ചാപ്റ്റേഴ്സിലും ഓരോരോ സബ് ചാപ്റ്റേഴ്സിലും ഇൻക്ലൂഡ് ചെയ്യുവാൻ. അത് എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം റിസർച്ച് റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗുഡ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.